അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഹോട്ടായിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത് L365 നമ്മുടെ ഡോൺ ഓസ്റ്റിൻ സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷം പോലീസായിട്ട് വരുന്ന സിനിമ. ആ സിനിമയുടെ ഷൂട്ട് ഈ വരുന്ന ഡിസംബർ 5 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് നമുക്ക് കിട്ടിയുള്ള ഒരു മേജർ അപ്ഡേറ്റ്. ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഫസ്റ്റ് ഷെഡ്യൂളിന് ജോയിൻ ചെയ്തോളന്നില്ല, കാരണം ദൃശ്യത്തിന്റെ സിനിമയുടെ ഷൂട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും 2026 ലാലേട്ടന് ജോയിൻ ചെയ്യുമായിരിക്കും. അല്ല, അധികം സമയമില്ല. അതെ. ഇനി അടുത്തത് വലതുവശത്തേക്കുള്ള ജീത്തു ജോസഫ് അടുത്ത സംവിധാനത്തിൽ വരുന്ന സിനിമ. അപ്പൊ സിനിമയുടെ റിലീസ് വന്നിട്ട് ഡിസംബറിലാണെന്നാണ്. ഡിസംബർ 25. ടൈറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം സിനിമകൾ അത് ടൈറ്റ് ആവണ്ടായിരുന്നില്ല. അത് ബിജു മേനോൻ, ജോർജ് ജോർജൊക്കെ അഭിനയിക്കുന്ന ജീത്തു ജോസഫിന്റെ സിനിമ. ജീത്തു ജോസഫിന്റെ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ പല വിമർശനങ്ങളും അദ്ദേഹം കേട്ട് വരുന്നുണ്ട്. അപ്പൊ ആ സിനിമ നന്നാവട്ടെ. അടുത്തത് പോസ്റ്റ്പോണിന്റെ മേലെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി, നമ്മുടെ പ്രദീപിന്റെ സിനിമ വിഘ്നേഷ് ശിവൻ ഡയറക്ട് ചെയ്യണം. അത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളതാണ് വാർത്ത. നമ്മള് ഡൂഡോ ലൈക്ക് ഏതെങ്കിലും ഒന്ന് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഡൂഡ് ഇപ്പോ എന്താ പറയാ ദീപാവലിക്ക് വരുന്നു. അപ്പൊ ഇത് വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പൊ സിനിമ ഡിസംബർ 18 റിലീസ് ആവുന്നത്. അടുത്തത് നമുക്ക് വാവാദ്യാർ. ഈ വർഷം കാർത്തിയുടെ റിലീസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് വാവാദ്യാർ റിലീസ് അനൗൺസ് ചെയ്തത്. ഈ വർഷം ഡിസംബർ 5 സിനിമ റിലീസ് ആവും. സിനിമയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ നളൻ കുമാരസ്വാമിയാണ് ഡയറക്ടർ. സൂതകവും പോലൊരു സിനിമ, കാതലും കടന്നു പോകും പോലൊരു സിനിമ, അത് ഒരു പെർഫെക്റ്റ് റീമേക്ക് ആയിരുന്നു ആ സിനിമ. ഇപ്പോഴത് മനസ്സിൽ പറഞ്ഞാലും ഐഡിയ ഡെസ്പെറാഡോ എന്ന് പറഞ്ഞ സിനിമയും ഈ സിനിമയും നോക്കുമ്പോ ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. ഇത് പറഞ്ഞത് ഭയങ്കര പ്രതീക്ഷിത സിനിമ തന്നെയാണ് സത്യത്തില്. അപ്പൊ ഇനി അടുത്തത് ഒരു റിലീസാണ്, അത് സമറൈൻ ബത്ലേഹം. എല്ലാവരും കാത്തിരിക്കുന്ന അത് നമ്മള് ഏതൊക്കെ റിലീസിന്റെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും സംരംഭത്തിലേയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്രമേൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അത്. നമ്മള് ചില നടന്മാരെ റീ റിലീസ് വേണ്ട സിനിമകൾ എന്നുള്ളതിൽ ജയറാമിന്റെയും സുരേഷ് ഗോപിയുടെയും പറഞ്ഞ സിനിമയാണ്. ഇപ്പൊ കാണുമ്പോ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം പണിയെടുക്കേണ്ടി വരില്ല, കാരണം ആ സിനിമയ്ക്ക് ഒരു ടെക്നിക്കൽ അത്രയും വർഷം കഴിഞ്ഞ സിനിമ ആണെങ്കിൽ അതിൽ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4Kയിലേക്ക് അത് മാറ്റുക. സൗണ്ട് ഇപ്പോ നമ്മളിപ്പോ രാവണപ്രഭു കണ്ടു. അപ്പൊ സൗണ്ടിന്റെ കാര്യത്തില്, ഡയലോഗ്സിന്റെ കാര്യത്തിൽ ചില ചിലമ്പലൊക്കെ ഇടയ്ക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും സൗണ്ട് ഭയങ്കര, പാട്ട്, പിന്നെ സീൻസ്, ഫൈറ്റ് സീൻസ് പ്രത്യേകിച്ച്. അപ്പൊ അതേമാതിരി ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് പാട്ടുകൾ കാണാനാണ് അതനുസരിച്ച് വർക്ക് ചെയ്യട്ടെ എന്തായാലും. അപ്പൊ ഇനി അടുത്തത് സർവ്വമായയുടെ 2 അപ്ഡേറ്റ് ഉണ്ട്. രണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ഡേറ്റ് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ടീച്ചർ വന്ന് നോക്കുമ്പോൾ തന്നെ ഡിസംബർ ക്രിസ്മസ് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെക്നിക്കൽ ടീമിന്റെ കാര്യം. ഒരു ഹൊറർ പടമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. സിനിമയുടെ സ്റ്റൺസ് കലൈ കിങ്സൺ. അപ്പോ മാർക്കോ പോലൊരു സിനിമയുടെ സ്റ്റൺസ് ചെയ്ത കലൈ കിങ്സൺ. ഇപ്പൊ അതൊരു ഹൊറർ സിനിമ ചെയ്യണത് ഇപ്പൊ സർവ്വമായ. അതേപോലെ തന്നെ ഡിയാസിറെ, അതിന്റെയും എന്താ കൊറിയോഗ്രാഫി സ്റ്റൺസ് ആയിരിക്കില്ല, അത് മിക്കവാറും ഹൊറർ സീൻസിന്റെ കൊറിയോഗ്രാഫി ആയിരിക്കും. പിന്നെ അതില് വിഷ്വൽ എഫക്ട് സൂപ്പർവൈസർ കാര്യമാണ്. അപ്പോ അതില് ജോയൽ എന്ന് പറഞ്ഞ ഒരാള്, ജോയൽ ഇമ്മാനുവൽ. അത് അപ്പോ അദ്ദേഹം 2018 ARM, പിന്നെ പുഷ്പ 2, രേഖാചിത്രത്തിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് സർവ്വമാര് ചെയ്യുന്നത്. അപ്പൊ അവരെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ടീസറിലൊന്നും ടീസ് ചെയ്തിട്ടില്ല, മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലാരും ഇപ്പൊ 59ാമത്തെ സെക്കൻഡിന് അതാ ജോർജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ചിരി കണ്ടിട്ട്. അപ്പൊ എനിക്ക് ആ സിനിമ അതത്രയും സുഖമായിട്ട് തന്നെ ടീച്ചർ അപ്പൊ അടുത്ത് നമ്മുടെ ആയാംഗി ദുൽഖർ നഹാസ് ഫിലിം, അതിലേക്ക് ഇപ്പൊ നമ്മുടെ കായാടു ലോഹറും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരിപ്പോ പള്ളിച്ചട്ടം പേർ ചെയ്തോണ്ടിരുന്നത്, പുള്ളിക്കാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് കറുപ്പ് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചായി. ഇപ്പൊ അതിന്റെ അപ്ഡേറ്റ് ആർജ് ബാലേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൂര്യ 46 ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ സൂര്യത്തിന്റെ പാച്ച് വർക്കിൽ ജോയിൻ ചെയ്തെന്നുള്ളത്. അപ്പൊ എന്തായാലും അടുത്ത വർഷം ഏപ്രിലിനുള്ളിൽ നമുക്ക് സിനിമ എന്തായാലും കാണാൻ പറ്റും. അടുത്തത് ഇനി വീണ്ടും റീ റിലീസിന്റെ തന്നെയാണ് വാർത്തകൾ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ലിയോയുടെ റീ റിലീസ് മാറ്റിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ റീ റിലീസിന് ഒരു ഡേറ്റ് നവംബർ 30 എന്നുള്ള ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൂര്യയുടെ 5 എന്ന് പറഞ്ഞ ഫിലിം
കുറെ പേർക്ക് ഇഷ്ടമുള്ളതും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തതും. എന്നാ ആ സിനിമയ്ക്ക് ഒരു ഇതുണ്ട്, അത് നമ്മളെ ലിങ്ക് സ്വാമിയുടെ സിനിമ. അപ്പൊ ആ സിനിമയും ഒരു റിലീസ് വരാൻ പോവാ. സിനിമ റീഎഡിറ്റഡ് വെർഷനാണ് സിനിമ വരുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ റീഎഡിറ്റഡ് വേർഷൻ കണ്ടപ്പോ ലിങ്ക് സ്വാമി തന്നെ ഇതൊന്ന് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നു. അത് റീഎഡിറ്റഡ് ഹിന്ദി വെർഷൻ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഓഡിയൻസ് നമ്മുടെ ഓഡിയൻസിന് ഒരു വ്യത്യാസം ഉണ്ട്. അതെ അതെ, നമ്മളുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത പലതും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ട്. അപ്പൊ നവംബർ 28 അത്, പിന്നെ ലിയോ നവംബർ 26 അതെ ഭാഗത്ത് 26 ബാക്കി കേരളം 30 ഓൾ കേരള. അപ്പൊ നമുക്ക് 30 കാണാം. കാണണം.